ഹായ് ഫ്രണ്ട്സ്, അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് തന്നെയാണ്. ആര് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എൻ്റെ അനുഭവം ഞാനൊന്ന് പറയുകയാണ്. നമ്മളുടെ ശരീരത്തിൽ നമുക്ക് ആരോഗ്യക്കേട് വരുമ്പോൾ അത് കാണിച്ചു തരുന്ന ദൈവികമായ ഓരോ അടയാളങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകും. എവിടെയെങ്കിലും എന്തെങ്കിലും ഹെൽത്ത് പ്രോബ്ലം വരുമ്പോൾ അത് വ്യക്തമായിട്ട് നമുക്കത് കാണിച്ചു തരുമെന്നുള്ളതാണ്. പക്ഷെ അത് ആർക്കും അറിയില്ല. അങ്ങനെയൊക്കെ ഉണ്ടെന്നുള്ളൊരു ചിന്ത ആർക്കും അറിയില്ല. സ്കിന്നിന് എനിക്ക് പ്രശ്നമുണ്ട്. എനിക്കുണ്ടായ സംഭവമാണ് കേട്ടോ ഞാൻ പറയുന്നത്. എൻ്റെ കാലിൻ്റെ തള്ളവിരൽ, തന്തവിരൽ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, ആ വിരലിൻ്റെ നടുക്ക് ഭാഗത്ത് നിന്ന്, അതായത് ഈ ഭാഗത്ത് നിന്ന്, നടുക്കിൽ നിന്ന് 2 ലൈൻ കയറിപ്പോകും. അപ്പോൾ ആ ലൈൻ കയറിപ്പോകുമ്പോൾ നമ്മൾ നഖം വെട്ടി വന്നാലും ആ കറുത്ത ലൈൻ അങ്ങോട്ട് കയറിപ്പോകും. അങ്ങോട്ട് ഞാൻ കളറ് പറഞ്ഞില്ലല്ലോ അല്ലേ, കറുപ്പാണ് ആ ലൈനിന്. ഞാൻ കാണിച്ചു തരാം ഇപ്പോഴും. അപ്പം ഞാനിത് ആദ്യമൊന്നും നമ്മൾ കണക്കിൽ ഇത് എന്താണ് നഖത്തേലുണ്ടാകുന്ന ഒരു എന്തെങ്കിലും പോരായ്മകൾ, കുറവ് കൊണ്ട് ഉണ്ടാകുന്നതായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചിട്ടോ. അപ്പോൾ കുറേ നാൾ കഴിഞ്ഞ് കഴിയുമ്പോൾ എൻ്റെ ഈ വലത് കൈയുടെ ഇവിടെ ഒരു പൊട്ട് പോലെ റൗണ്ടിൽ ഒരു ഡോട്ട് പൊരിഞ്ഞു നിൽക്കണം. തൊലിയിൽ നിന്ന് മറ്റു ഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അത് പൊരിഞ്ഞു നിൽക്കുന്നു. മുരി ചുണങ്ങ് അതായിരിക്കും എന്ന് എഴുതി. പക്ഷേ അതിനൊരു വ്യത്യാസം എനിക്ക് തോന്നിയത്, ഇതിന് റൗണ്ട് വെച്ചാണ് ഇത് വരുന്നത്. അത് വളർന്ന് വലിപ്പം വെച്ച് വരുന്നുണ്ടെന്നുള്ളത് മനസ്സിലായി. പിന്നെ ഇത് ഇത്രയും ആയി കഴിഞ്ഞപ്പോൾ ഞാൻ ഡോക്ടറെ പോയി കണ്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് സാധാരണ എല്ലാവർക്കും വരുന്നതാണ്, ഓയിൽമെൻറ്റ് പുരട്ടിയാൽ മതി എന്ന് പറഞ്ഞ് തന്നു. ഇതെന്തൊക്കെ ചെയ്തിട്ടും അത് വേറെയും പല ഭാഗങ്ങളിലേക്ക്, കൈയുടെ ഓരത്തേൽ അങ്ങനെയൊക്കെ വരണതുണ്ട്. അപ്പോൾ ഇത് ശരീരത്തിൽ നിന്ന് മാറ്റിക്കളയണമല്ലോ എന്ന് കരുതിയിട്ടുണ്ട് ഞാൻ വലിയൊരു ഹോസ്പിറ്റലിൽ. അപ്പോൾ അവിടെ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ അത് ചുരണ്ടി എടുത്ത് അയച്ചിട്ട് റിസൾട്ട് അറിഞ്ഞിട്ട് പറയാമെന്ന് പറഞ്ഞു. 5 ദിവസത്തെ അവധി പറഞ്ഞ് ചുരണ്ടിയെടുത്ത് അത് അയച്ചു. തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ അവർ മെഡിസിൻ എഴുതി. എന്താണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ മോർഫിയ എന്നാണ് അവരതിന് കാര്യം പറഞ്ഞത്. അപ്പോൾ ഇത് എങ്ങനെയാണ് എന്താണെന്നൊക്കെ ഞാൻ കൃത്യമായിട്ട് ചോദിച്ചപ്പോൾ, ചിലപ്പോൾ കാലം വരെ കഴിക്കേണ്ടി വരും, ഗുളിക മെഡിസിൻ കഴിക്കേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ഇത്രയൊക്കെ പ്രായമായില്ലേ, ഇനിയിപ്പോൾ അതൊക്കെ അങ്ങനെ വന്നു എന്ന് എഴുതി അത് വലിയ രോഗമല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്തിനതൊക്കെ ശ്രദ്ധിക്കണം എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, അമ്മേ, ഇത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ തൊലികൾ വരെ കട്ടിയായിട്ട് വന്ന് നമ്മുടെ ഇഞ്ചക്ഷനൊന്നും എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഇത് വരും. ഇത് അറിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് പരിശോധനകൾ നടത്തി. എൻ്റെ കിഡ്നിക്ക് വന്നിട്ടുണ്ടോ, ലിവറിന് വന്നിട്ടുണ്ടോ, ബ്ലഡിലേക്ക് കയറിയിട്ടുണ്ടോ, ആന്തരികമായ ഒരു തൊലി നമ്മുടെ ശരീരത്തിൽ ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ അപ്പോഴാണ് അറിയാമെങ്കിലും നമ്മളത് ശ്രദ്ധിക്കപ്പെടുന്നില്ല. കാരണം നമ്മൾ പശുവിൻ്റെ ലിവർ മേടിച്ചെന്നാൽ ആ ലിവറിൻ്റെ മുകളിൽ ഒരു തൊലിയുണ്ട്. അതുപോലെ ഏത് കൂട്ടത്തിനും ആന്തരികമായ സാധനങ്ങൾക്കൊക്കെ ഒരു തൊലി ഉണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെ അങ്ങോട്ട് ചിന്തിക്കുന്നില്ലല്ലോ. ബ്ലഡിൽ വരെ ഉണ്ടെന്നുള്ളതാണ്. ബ്ലഡ് വരെ പരിശോധിച്ചു, ഒരുപാട് പരിശോധനകൾ അവർ നടത്തി. പിന്നെ മെഡിസിൻ തന്നു. അപ്പോൾ അത് സ്ഥിരമായും മുടങ്ങാതെ ഞാനത് കഴിച്ചു വന്നു കഴിഞ്ഞപ്പോൾ അത് കുറവായി. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഇനി ഇത് നിർത്താം, കുറച്ച് വെളിച്ചെണ്ണയൊക്കെ പുരട്ടിയാൽ മതി, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വെളിച്ചെണ്ണയൊക്കെ പുരട്ടി ഇതിൻ്റെ മെഡിസിൻ നിർത്തി. 6 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഇത് വരാൻ തുടങ്ങി. അപ്പോൾ കൊറോണ ആയതുകൊണ്ട് ഹോസ്പിറ്റലൊക്കെ അടച്ചിരുന്നു.
പിന്നെ എൻ്റെ മുഖമൊക്കെ അങ്ങോട്ട് കരിവാളിച്ച പോലെ, ഇവിടെ കരിവാളിച്ചു. ഈ രണ്ട് ഭാഗത്തു നിന്നാണ് ഈ നമ്മുടെ ഈ വിയർപ്പ് ഗ്രന്ഥി പോണേന്നാണ് എനിക്ക് തോന്നുന്നത്. രണ്ട് ഭാഗത്തും ഇവിടെ ഇറങ്ങി വരുന്ന ഈ ഭാഗത്ത്, ഈ വീതിക്ക് ഇത്ര നീളത്തിൽ കരിക്കട്ട പോലെ ആവുകയും ചെയ്തു. തൊലി കട്ടി വയ്ക്കുകയും ചെയ്തു. അങ്ങനെ നമ്മൾ ഞെക്കി നോക്കുമ്പോൾ തൈമ്പെന്നൊക്കെ പറയില്ലേ, അതേപോലെ ആയി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടറെ പോയി കണ്ടു. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, അതിൻ്റെ വേര് എവിടെയെങ്കിലും കിടപ്പുണ്ടാവും, അത് മാറിയിട്ടുണ്ടായി കാണില്ലായിരിക്കും, നമുക്ക് ഒന്നുകൂടിയും ചികിത്സിക്കാം, തുടങ്ങാം എന്ന് പറഞ്ഞു. പിന്നെയും കുറേ ടെസ്റ്റുകളൊക്കെ നടത്തി, മെഡിസിൻ തന്നു, ഓയിൽമെൻറ്റ് തന്നു. ഇച്ചിരിയുള്ള ഒരു ഓയിൽമെൻറ്റിന് അന്ന് 500 രൂപയാണ്, ഇന്നിപ്പോൾ അതിലൊക്കെ കൂടുതലൊക്കെ ആയിട്ടുണ്ടാവും. പിന്നെ ബോഡി ലോഷൻ രാവിലെ പുരട്ടേണ്ടത്, വൈകുന്നേരം പുരട്ടേണ്ടത്, മുഖത്ത് പുരട്ടേണ്ടതൊന്ന്, കാലിൽ പുരട്ടേണ്ടതൊന്ന്, മറ്റേ കാലിൻ്റെ തുടയിലും വട്ടത്തിൽ ഇത് മുരിഞ്ഞ് കറുത്ത് വരാൻ തുടങ്ങി. ശരീരഭാഗത്തിൻ്റെ പല ഭാഗത്തും കറുപ്പ് നിറത്തിൽ, കക്ഷഭാഗത്തിലും നിറയെ കരിക്കട്ട പോലെയുള്ള ഇതിലേക്ക് വന്നു, 2 കക്ഷത്തിലും. അപ്പോൾ ആ കറുപ്പ് മാറ്റിയെടുക്കാനും കൂടെ വേണ്ടിയിട്ട് ഓയിൽമെൻറ്റ്, അങ്ങനെ ഒരുപാട് എങ്ങനെ എടുക്കണമെന്ന് പോലും അറിയില്ലാത്ത മാതിരിയുള്ള മരുന്നുകളായി, കഴിക്കാനുള്ളിലേക്ക് വേറെ. അങ്ങനെയായി കുറേ നാൾ കഴിച്ചിട്ടും ഇത് മാറ്റമില്ലാന്ന് ഡോക്ടർക്ക് തന്നെ തോന്നി. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഒരു ഡോക്ടറുടെ ഒപ്പീനിയൻ മാത്രം നോക്കാതെ കൊണ്ട് വേറെ എവിടെയെങ്കിലും ഒന്ന് മാറി ചെയ്ത് നോക്ക്, അമൃത, രാജഗിരി, ലിസി ഹോസ്പിറ്റൽ, അങ്ങനെ എവിടെയെങ്കിലും ഒന്ന് പോയി നോക്കുമെന്ന് പറഞ്ഞു. രാജഗിരി ഹോസ്പിറ്റലിലാണ് ഞങ്ങൾ പോയത്. അവിടെ ചെന്ന് എന്താ പറയണ, എല്ലാ ടെസ്റ്റുകളും നടത്തി. നല്ലൊരു ഡോക്ടറാണ്. നമ്മളൊക്കെ എല്ലാം അറിഞ്ഞ് നമ്മളോട് ചോദിച്ച് ഓരോന്ന് പറയുകയും ചെയ്യുകയും ഒക്കെ ചെയ്തു. അപ്പോൾ അവിടെ ഇതുപോലെ കുറേ തന്നു, ഓയിൽമെൻറ്റുകളും ലോഷനുകളും, രാത്രി പുരട്ടേണ്ടത്, രാവിലെ പുരട്ടേണ്ടത്, ഉച്ചയ്ക്ക് പുരട്ടേണ്ടത് കുറേ തന്നു. ഇപ്പോൾ അവിടുത്തെ ചികിത്സയും കൊണ്ട് ഒരുപാട് കുറവായി എനിക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വേറൊന്നുമല്ല, ദൈവം കാട്ടിത്തന്ന സിഗ്നൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്കത് ബോധ്യമാവും. ഇപ്പോഴും എനിക്ക് ഞാൻ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാനത് കാണിച്ചു തരാം. ചിലർക്കുണ്ട്, നമ്മളൊരു വീഡിയോ എടുക്കുമ്പോൾ എല്ലാവർക്കും അത് മനസ്സിലാകുന്ന തരത്തിൽ നമ്മൾ അത് പറയേണ്ടതുണ്ട്. ഇത്തിരി സമയം വൈകിയാലും 10 പേരെ കണ്ടുള്ളൂ, 10 പേർക്ക് ഉപയോഗപ്പെടുത്ത ആൾക്കാർക്ക് പ്രയോജനപ്പെടണം, അതാണ് എൻ്റെ ഉദ്ദേശം. അപ്പോൾ ഒരു കുട്ടി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇഴഞ്ഞാണ് വീഡിയോ ചെയ്യുന്നത്, നിങ്ങളുടെ വീഡിയോ ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു എന്ന്. അപ്പോൾ ആ കുട്ടി അങ്ങനെ പറഞ്ഞു പൊക്കോട്ടെ. മറ്റുള്ളവർ എന്നെപ്പോലെ ദുഃഖം അനുഭവിക്കുന്ന ഒരുപാട് പേരിട്ടില്ല, അവർക്ക് ഉപയോഗപ്പെടട്ടെ. അങ്ങനെ ഉപയോഗപ്പെടണമെന്നുണ്ടെങ്കിൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞാലല്ലേ അവർക്കത് ഉപയോഗപ്പെടുകയുള്ളൂ. അപ്പോൾ ആവതും ഞാൻ ഇത് ചുരുക്കുന്നുണ്ട്, കാര്യങ്ങൾ പറയാണ്ട് പറ്റില്ലല്ലോ. അപ്പോൾ ഞാനിനി എൻ്റെ നഖം കാട്ടിത്തരാം. അതിപ്പോഴും അതേ ലെവലിൽ തന്നെ പോയിട്ടിരിക്കുന്നത്. ഞാൻ മരുന്ന് നിർത്തിയിട്ടില്ല, മാസത്തിലൊരിക്കൽ ചെക്കപ്പിന് ചെല്ലണമെന്ന് പറയണം. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. കാലിൻ്റെ അത് കൃത്യമായിട്ട് കാണിച്ചു തരാം, അപ്പം നിങ്ങൾക്കത് മനസ്സിലാകും. തള്ളവിരലിലെ വര അത് എത്ര വെട്ടി മാറ്റിയാലും ഇതുപോലെ അല്ലായിരുന്നു കേട്ടോ, അതിലും കുറച്ചുകൂടി കരിക്കട്ട നിറത്തിൽ നല്ല വീതിക്കുള്ള കറുത്ത വരയായിരുന്നു. ഇപ്പം 1/3 കുറഞ്ഞിട്ടുണ്ട്. ഇത് വലത് കാലിൻ്റെ നഖമാണ്, കണ്ടില്ല, അത് 2 വരയായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. ഈ 2 വരയും നടുവിലത്തെയും കൂടിയുള്ള വീതിയായിരുന്നു. കൈയുടെ തള്ളവിരലിൻ്റെ 2 കൈയുടെയും തള്ളവിരലിലും ഇതുപോലെ തന്നെ ആയിരുന്നു. നടുഭാഗത്തുനിന്ന് നല്ല വീതിക്ക് കറുത്ത നിറത്തിൽ ആ വര പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ നേരിയത് മാത്രമായിട്ടാണ് ഇപ്പോൾ ആ വര കാണുന്നത്. ഒരു നിഴൽ പോലെ മാത്രം ഇപ്പോൾ കാണുന്നുള്ളൂ. തള്ളവിരലിൻ്റെ നടുഭാഗത്തൊരു നിഴൽ പോലെ മാത്രം കാണുന്നുള്ളൂ ഇപ്പോൾ. ഇത് ഇടത് കൈയുടെ വിരലാണ് കേട്ടോ. അത് 2 ആ കടുപ്പത്തിൽ കാണുന്ന അത്ര പോലെ തന്നെ ഇങ്ങോട്ട് നീങ്ങിയിട്ടും നടുഭാഗം ആയിരുന്നു.
ദേ ഇത് വലത് കൈയുടേതാണ്. ഇതും ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. ആ നടുക്കൊക്കെ മാഞ്ഞു. മുമ്പ് അങ്ങനെയൊന്നും അല്ലായിരുന്നു. നന്നായിട്ട് വീതിക്കാണ് അത് കണ്ടിരുന്നത്. ചെറുപ്പക്കാർക്കൊക്കെ വരുമ്പോഴൊക്കെ നമ്മളത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത് ആരും തന്നെ സ്കിന്നിൻ്റെ പ്രശ്നത്തിൽ അത്ര ഇത് എടുക്കാറില്ല. അതങ്ങനെ കടക്കും എന്നുള്ള മട്ടില്ല. പക്ഷെ അത് അങ്ങനെ ആയാൽ ചിലത് കൂടിയ സൈസ് ഉണ്ട്, ചിലത് കുറഞ്ഞ സൈസ് ഉണ്ട്. അപ്പോൾ നമ്മളിത് വെച്ചുകൊണ്ടിരുന്നാൽ കൈ വിട്ട് പോയി കഴിഞ്ഞിട്ട് നമ്മൾ എവിടെ ചെന്നിട്ടും കാര്യമില്ല. അതായത് ആ ഡോക്ടർ എന്നോട് പറഞ്ഞത്, ദൈവമേ ആന്തരിക ഇതിലൊന്നും ഇല്ലാട്ടോ, ഇതിലില്ലാട്ടോ എന്താ കിഡ്നിയുടെ തൊലിക്ക് പറ്റിയോ ഇല്ലെന്നുള്ളത്. അതിന് കുഴപ്പമില്ല കേട്ടോ, ഇനി നമുക്ക് ലിവറിൻ്റെ നോക്കാം. അങ്ങനെ ആ ഡോക്ടറുടെ മുഖഭാവത്തിൽ നിന്നും എനിക്ക് മനസ്സിലായി ഇതെന്തോ പ്രശ്നം പിടിച്ചൊരു സംഭവം ഉണ്ടെന്നും ആന്തരിക അവയവങ്ങൾക്കുള്ള തൊലിയെ നമ്മൾക്ക് ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് പിന്നെ ഗുരുതരാവസ്ഥയാണെന്നും ആ ഡോക്ടറുടെ മുഖഭാവത്തിൽ നിന്നും സംസാരത്തിൽ നിന്നും എനിക്ക് മനസ്സിലായി എന്നുള്ളതാണ്. അപ്പോൾ എനിക്കിത് വന്നിട്ട് ഉടനെ തന്നെ മനോരമയിൽ ഒരു പേപ്പറിലൂടെ ഞാൻ കുറേ കാണാനിടയായി സ്കിന്നിൻ്റെ പ്രശ്നം. അപ്പം ഞാൻ വിചാരിച്ചു ഇതാണല്ലോ എൻ്റെയും പ്രശ്നമെന്ന്. ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇന്നിപ്പം ഞാൻ ഇത് ഓർക്കാൻ കാരണം കാലിൻ്റെ നഖം വെട്ടി, നഖം പിടിയെന്ന് വളർന്നു വരും. ഇന്ന് ഞാനത് കാലിൻ്റെ നഖം വെട്ടിയപ്പോഴാണ് ഞാൻ അയ്യോ ഇത് ഇങ്ങനെ ഒരു വീഡിയോ മനുഷ്യർക്ക് ഉപകാരപ്പെടൂല, നമുക്കൊന്ന് ഇട്ടാൽ എന്താന്ന് അങ്ങനെ ഇടുന്നതാണ് കേട്ടോ. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി.